രാത്രിയായിട്ടും മാളുവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ഇന്ന് നടന്നതൊക്കെ ഒരു സ്വപ്നം പോലെ തന്നെ തോന്നുന്നു. അവൾ ഫോൺ എടുത്ത് സമയം നോക്കി. 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? സാധാരണ കല്യാണം ഉറപ്പിച്ചാൽ പിന്നെ ചെക്കൻ ഇങ്ങോട്ടാ വിളിക്കുന്നേ. ഇവിടെ ഒരാൾ ഇറങ്ങാൻ നേരം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൾ അവൻ്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ. താലിയും ഇനി ഞാൻ അങ്ങോട്ട് കെട്ടേണ്ടി വരുമോ എന്തോ. എന്തായാലും വിളിക്കാം. ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. അവൾ ഫോൺ ചെവിയോട് ചേർത്തു. രാവിലെ കിട്ടിയ ഉമ്മയുടെ ഞെട്ടിൽ ആയിരുന്നു ഗോതം. അവൾക്ക് ഇവിടെയൊക്കെ ഒരു പിരി ഇളകി കിടക്കുകയാണെന്നറിയാം. എന്നാലും പരസ്യമായി ഇങ്ങനെ ചെയ്യും എന്നവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മുമ്പായിരുന്നെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ചേനെ. പക്ഷേ ഇപ്പോൾ എന്തോ ഓർക്കുമ്പോൾ ശരീരമാകെ തണുപ്പ് വന്ന് പൊതിയുന്ന പോലെ. ഇനി ഇതാണോ പ്രണയം? പക്ഷെ അങ്ങനെയാണെങ്കിൽ താൻ ഇതിനു മുമ്പ് ശാലിനിയെ പ്രണയിച്ചതല്ലേ? അപ്പോഴൊന്നും തോന്നിയില്ലല്ലോ ഇതുപോലെ. ഓരോന്നോർത്ത് കിടക്കുന്നതിനിടക്കാണ് ഫോൺ ബെല്ലടിച്ചത് കേട്ടത്. മാളവിക എന്ന പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു. ഇവളെന്തിനാ ഈ രാത്രി വിളിക്കുന്നേ? ഇതിന് ഉറക്കവുമില്ലേ? യെസ് മാളവിക, പറയൂ. അവൻ കാൾ അറ്റൻഡ് ചെയ്തു. മാളവികയോ? അവൾ ഞെട്ടി. പെണ്ണു കണ്ടിട്ട് പോകുമ്പോഴെങ്കിലും ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ വിളിക്കുന്ന പോലത്തെ ഈ വിളി ഒന്ന് നിർത്തും എന്ന് വിചാരിച്ചു. എന്താ നിന്റെ പേരും അങ്ങനെയല്ലേ? അതോ മാറ്റിയോ? അവൾ ഉദ്ദേശിച്ചത് മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവൻ ചോദിച്ചു. അല്ലെങ്കിലും ഇയാളൊക്കെ വിളിച്ചു സംസാരിക്കാൻ പോയ എന്നെ പറഞ്ഞാൽ മതി. അവൾ പിറുപിറുത്തു. മറുവശത്തു നിന്നും ശബ്ദം ഒന്നും കേൾക്കാഞ്ഞിട്ട് അവൻ വീണ്ടും ചോദിച്ചു, മാളവിക, താൻ എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഈശ്വര, ഞാനിപ്പോൾ എന്താ പറയുക? അവൾ നഖം കടിച്ചു. എന്നെ നാളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ? അത് ചോദിക്കാനാ. സ്കൂട്ടിൽ പോയി ഓഫീസിൽ ഇരിക്കുന്നതേ ഉള്ളൂ. എനിക്കു പറ്റില്ല, എഴുത്തടിച്ചതുപോലെ അവൻ പറഞ്ഞു. സ്കൂട്ടി ഇല്ലെങ്കിൽ ബസ്സിന് വന്നാൽ മതി. ടൗണിൽ തന്നെയാ ഓഫീസ്. അവൾ മറിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൻ കാൾ കട്ട് ചെയ്തു. ദുഷ്ടൻ, ചെകുത്താൻ എന്ന പേര് തന്നെയാ തനിക്ക് ചേരുന്നത്. തെണ്ടി. അവളുടെ മനസ്സിലെ നിരാശ മുഴുവൻ അവനെ ചീത്ത വിളിച്ചു തീർത്തു. തനിക്ക് കിട്ടിയ 5ാമത്തെ ഫയർ നോക്കി തീർത്ത് സീറ്റിലേക്ക് തളർന്നു ചാരിയിരുന്നു അവൾ. വഴിയിൽ കൂടി പോയ പണി ഏണി വെച്ചു പിടിച്ചതായിരുന്നു. രാവിലെ കഷ്ടപ്പെട്ട് ബസ്സിന് കയറി ഒരുവിധം കൃത്യസമയത്ത് തന്നെ എത്തി. എന്തായാലും നേരത്തെ വന്നല്ലോ. എന്നാൽ പിന്നെ ക്യാബിനിലേക്ക് ചെന്ന് എത്തിരി റൊമാൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ചെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. നോക്ക് ചെയ്യാതെ കയറി ചെന്ന് എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ ലഹള. കെട്ടാൻ പോകുന്ന പെണ്ണ് വാതിലിൽ മുട്ടാതെ കയറി വന്നു എന്നും പറഞ്ഞ് ചീത്ത വിളിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായിരിക്കും. ഒക്കെ സമ്മതിച്ചു. കല്യാണം ഉറപ്പിച്ചതല്ലേ, ഇനിയിപ്പോൾ സാറുവിളി ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് സോറി ഏട്ടാ എന്ന് പറഞ്ഞു. അതോടെ എല്ലാം കഴിഞ്ഞു. പ്രൊഫഷൻ എന്നാൽ എന്താണ്? ജോലിയോടുള്ള ആത്മാർത്ഥത. ബ്ലാ ബ്ലാ ബ്ലാ. ഒടുവിൽ അരമണിക്കൂർ നേരത്തെ ഉപദേശത്തിന് ശേഷം 5 ഫയലും കയ്യിലേക്ക് വെച്ച് തന്നു. സത്യം പറഞ്ഞാൽ ശരിയാണ് വന്നത്. ഇതൊക്കെ ഇന്നലത്തെ ഉമ്മയുടെ ചളയപ്പ് മാറ്റാൻ ചെയ്യുന്നതാണെന്ന് നമുക്കറിഞ്ഞൂടെ? എനിക്കെങ്ങാനും സന്തോഷം തോന്നിയാൽ ഓഫീസിൽ വെച്ച് ഉമ്മ കൊടുത്താലോ എന്ന് വിചാരിച്ചായിരിക്കും. എന്താണ് മാളൂസ് ഭയങ്കര ആലോചനയിലാണല്ലോ. ചെകുത്താനൊക്കെ ഇടിച്ചു മടക്കി കുപ്പിയിലാക്കി എന്ന് കേട്ടല്ലോ. ശബ്ദം കേട്ട് കണ്ണു തുറഞ്ഞു നോക്കി. നന്ദേട്ടനാണ്, ഇവിടുത്തെ മാനേജർ നന്ദൻ. ഗൗതമേട്ടൻ്റെ വലങ്കൈ. ഓ, എവിടുന്ന് കുപ്പിയിലാക്കാനാ നന്ദേട്ട? ഇത്രയും സ്നേഹമില്ലാത്ത മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യപ്പറ്റി എന്ന് പറയുന്ന സാധനം അടുത്തുകൂടി പോയിട്ടില്ല എന്ന് തോന്നുന്നു, അവൾ പിണക്കത്തോടെ പറഞ്ഞു. പെട്ടെന്ന് നന്ദൻ്റെ മുഖം മാറി. അവന് സ്നേഹമില്ല എന്ന് മാത്രം നീ പറയരുത് മാളു. അവനെപ്പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ മറ്റാർക്കും പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നത്. നന്ദൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു പറയുമ്പോൾ. മാളവും പെട്ടെന്ന് വല്ലാതായി. ആദ്യമായാണ് നന്ദേട്ടൻ കരയുന്നത് കാണുന്നത്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നന്ദേട്ട, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവൾ നന്ദേട്ടൻ്റെ കയ്യിൽ കൈ ചേർത്തു. നന്ദൻ പെട്ടെന്ന് കണ്ണു തുടച്ചു. അറിയാം മാളു. എന്തോ ഞാൻ പെട്ടെന്ന്. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. നിനക്കറിയാം മാളു, മുംബൈയിൽ വെച്ചാണ് ഗൗതം എന്നെ ആദ്യമായി കാണുന്നത്. അന്ന് അവൻ്റെ മുമ്പിൽ തളർന്നു വീഴുമ്പോൾ ജീവനോടെ ഉണ്ടാകും എന്നൊരു ഉറപ്പും ഇല്ലായിരുന്നു എനിക്ക്. ഗൾഫിൽ ജോലി വാഗ്ദാനം ചെയ്ത ഏജൻറ്റ് മുംബൈ വരെ എത്തിച്ച ശേഷം മുങ്ങിയപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. ഞാൻ ഗൾഫിൽ പോയി എന്ന ഉറപ്പിൽ മാത്രം അടങ്ങിയിരിക്കുന്ന കടക്കാരുടെ മുമ്പിലേക്ക് എങ്ങനെ കയറി ചെല്ലും ഞാൻ? പറ്റുന്ന ജോലിയൊക്കെ ചെയ്തു. എന്നാലും നാട്ടിലേക്ക് അയക്കാൻ പണം വേണ്ടേ? ആഹാരം ദിവസം ഒരു നേരമാക്കി കുറച്ചാണ് അതിനുള്ള വക കണ്ടെത്തിയത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോയേനെ. പക്ഷെ അവൻ എനിക്ക് കൂട്ടിയിരുന്നു. ബോധം വീഴുന്നവരെ. 25 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു രൂപത്തിൽ ആകേണ്ടി വന്ന അവസ്ഥയായിരിക്കും അവനവിടെ പിടിച്ചു നിർത്തിയത്. എൻ്റെ സർട്ടിഫിക്കറ്റുകൾ നോക്കിയ ശേഷം എന്നെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. മാസങ്ങൾ കഴിഞ്ഞു കടങ്ങളൊക്കെ വീട്ടിയ ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവന് വേണമെങ്കിലും കുറച്ച് പണം തന്ന് എന്നെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നന്ദൻ്റെ കണ്ണുകൾ അനുസരണ ഇല്ലാതെ നിറഞ്ഞൊഴുകി. മാളുവിൻ്റെ മുഖവും കണ്ണീരിൽ നനഞ്ഞത് കണ്ട് അവൻ പെട്ടെന്ന് കണ്ണു തുടച്ചു കൊടുത്തു. അയ്യേ, ഏട്ടൻ്റെ കുട്ടി കരയുന്നു. ഇതെങ്ങാനും നിന്റെ ചെകുത്താൻ കണ്ടാൽ പിന്നെ അത് മതി.
അവൻ്റെ പറച്ചിൽ കേട്ട മാളവിൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടർന്നു. കണ്ണുകളിൽ അപ്പോഴും വിഷാദഭാവം നിഴലിച്ചു. നിന്നോട് അവന് ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ, നന്ദൻ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. അത് നീ കണ്ടുപിടിക്കാതിരിക്കാനുള്ള തന്ത്രപ്പാടാ ഈ കാണിച്ചു കൂട്ടുന്നേ. അവനൊരു കണ്ണുറുക്കി പറഞ്ഞു. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചു കിട്ടിയാൽ മതി. പിന്നെ അവൻ്റെ ഈ ചമ്മലൊക്കെ ഞാൻ മാറ്റിക്കോളും. അവനേക്കാൾ നിന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല മോളെ. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മാളുവിൻ്റെ മുഖത്ത് വിഷാദഭാവം നാണമിടരുന്നത് കണ്ടവൻ സമാധാനത്തോടെ ശ്വാസം വിട്ടു. കിഷോർ വന്ന് വിളിച്ചപ്പോഴാണ് രണ്ടുപേരുടെയും സംസാരം തീർന്നത്. മാളു ഗൗതം സാർ വിളിച്ചു. സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ആ പുതിയ പ്രൊജക്റ്റില്ലേ, അതിൻ്റെ ഫയലും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. മാളവും കിഷോറും അകത്തേക്ക് ചെന്നു. ഗൗതം ആരോടോ കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പുറം തിരിഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് ആളെ മനസ്സിലായില്ല. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. ആ മുഖം കണ്ട് മാളു ഞെട്ടലോടെ വിളിച്ചു, സിദ്ധുവേട്ടാ. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ കണ്ട സിദ്ധാർത്ഥിൻ്റെ മുഖവും പ്രസന്നമായി. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ പെണ്ണെ. ശിഖ ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ നിനക്ക് എപ്പോഴും തിരക്ക എന്ന്. ഒന്ന് കാണാനിരിക്കുക അവൾ. മനപ്പുറമല്ല സിദ്ധോട്ട, ജോലിയുടെ തിരക്ക് കാരണം സമയം കിട്ടുന്നില്ല. സംസാരത്തിൽ മുഴുകിയിരുന്ന മാളവും സിദ്ധുവും അവരെ പോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന ഗൗതമിനെ ശ്രദ്ധിച്ചില്ല. മാളവിക ഗൗതമിൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടിട്ടാണ് മാളു സിദ്ധുവിൻ്റെ അടുത്തു നിന്നും ഞെട്ടി മാറി നിൽക്കുന്നത്. അവൾ ഗൗതമിനെ നോക്കിയപ്പോൾ മുഖം ഒക്കെ ചുമച്ച് നിൽക്കുന്നുണ്ട്. കുശുമ്പ് സഹിക്കാൻ വയ്യാതെ നിൽക്കുവാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഓഹോ, ഞാൻ സംസാരിക്കാൻ ചെന്നാൽ എന്നോടൊന്നും മിണ്ടാൻ വയ്യ, എന്നാലോ വേറെ ആരുടെങ്കിലും സംസാരിക്കാം എന്ന് വെച്ചാൽ അപ്പോഴേക്കും കുശുമ്പ് കയറും. ഓർത്തപ്പോൾ അവൾക്ക് ചിറി വന്നു. ഇതെൻ്റെ അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാടോ. ഞങ്ങളെല്ലാം ഒരു കോളേജിലായിരുന്നു. ദിവസവും സംസാരിച്ചു കൊണ്ടിരുന്ന പെണ്ണ. ജോലി കിട്ടിയതിൽ പിന്നെ വിളിയും ഇല്ല, ഒന്നുമില്ല. സിദ്ധു ഗൗതമിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല ആളോടാ പറയുന്നേ. മനുഷ്യന് ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ല, പണി കാരണം, അവൾ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ അടുത്ത ചോദ്യം കേട്ടിട്ട് ആ ജനൽ കൂടി എടുത്ത് താഴേക്ക് ചാടിയാലോ എന്ന് തോന്നി അവൾക്ക്. എവിടെ നിന്റെ മാക്കാൻ, വളച്ചെടുത്തോ അതോ ഇപ്പോഴും പിറകെയുള്ള നടപ്പ് മാത്രമേ ഉള്ളൂ? അവൻ ചിരിയോടെ അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു. മാക്കാനോ? ഗൗതം അവരെ സംശയത്തോടെ നോക്കി. ആ അളിയ, മാക്കാനോ ചുകത്താനോ അങ്ങനെ എന്തോ ഒരു സാധനം. വർഷം കുറെ ആയി ഇവൾ പിറകെ നടക്കുന്നു, ഒരു പ്രയോജനവും ഇല്ല. സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരി പക്ഷേ മാളവിന് അവളുടെ കൊലച്ചിരിയായിട്ടാണ് തോന്നിയത്. അവൾ ഒരു കണ്ണടച്ച് മറ്റേ കണ്ണ് കുറച്ചു മാത്രം തുറന്ന് ഗൗതമിനെ നോക്കി. വിസിലടിക്കാൻ പോകുന്ന പ്രഷർ കുക്കർ പോലെ ഇരിപ്പുണ്ട്. രണ്ടാമതൊന്നുകൂടി നോക്കാൻ അവൾക്ക് തോന്നിയില്ല. അതെന്താ അങ്ങനെ ഒരു പേര്? ഗൗതം മാളവിനെ തന്നെ തറപ്പിച്ചു നോക്കി. സിദ്ധുവിനോട് ചോദിച്ചു. ഒന്നും പറയേണ്ട അളിയാ, കക്ഷിയുടെ കുറേ നാളായിട്ടുള്ള പ്രേമമാ, പക്ഷേ വൺ സൈഡാണെന്ന് മാത്രം. ഈ പേര് ആദ്യമായി പ്രൊപ്പോസ് ചെയ്യാൻ പോയപ്പോൾ ഇട്ടതാ. നല്ലൊരെണ്ണം കിട്ടി, അതിൻ്റെ ദേഷ്യത്തിന് ഇട്ടതാ എന്ന് തോന്നുന്നു. ആരോടാ ഇതൊക്കെ പറയുന്നത് എന്നറിയാതെ സിദ്ധു നിന്ന് തകർക്കുകയാണ്. ഭൂമി പിളർന്ന് ഇപ്പോൾ അങ്ങ് താഴേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ഭാവത്തിൽ മാളു നിന്നു. അവൾ കിഷോറിനെ നോക്കിയപ്പോൾ നീ തീർന്നു മോളെ എന്നവൻ ചുണ്ടനൊക്കെ പറഞ്ഞു. അവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നേരെ നോക്കിയത് ഗൗതമിൻ്റെ മുഖത്തേക്ക്. അതോടെ തൃപ്തിയായി. സിദ്ധുവേട്ടൻ വെറുതെ പറയുന്നതാണെന്ന്. അല്ല സാർ, ഏട്ടനെപ്പോഴും ഇങ്ങനെ വെറുതെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അവൾ സിദ്ധുവിൻ്റെ തോളിൽ കടിച്ചിട്ട് അവനെ നോക്കി കണ്ണ് കാണിച്ചു. പാവം സിദ്ധുവിന് അവളുടെ കഥകളി മനസ്സിലായില്ല. തമാശയോ? ഒന്നു പോമാളൂ, അത് നമ്മുടെ കോളേജിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സിദ്ധു വീണ്ടും ഗൗതമിനെ നോക്കി. കേട്ടോ ഗൗതം, ഇവളുണ്ടല്ലോ അതിനുശേഷം എന്നും ഫോണിലെ ഫോട്ടോ നോക്കിയിരുന്ന് ചെകുത്താനെ ചീത്ത വിളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയത്തി കയ്യോടെ അങ്ങ് പൊക്കി. വലിയ കാര്യത്തിൽ അവൾ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴുണ്ട് സ്കൂളിൽ ഏതാണ്ട് പഠിക്കുന്ന ഒരു കൊച്ചു ചക്കൻ. ചെകുത്താൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ആണ് പോലും. എന്നെ പക്ഷെ കാണിച്ചില്ല. കല്യാണത്തിന് കണ്ടാൽ മതി എന്നൊരു വെല്ലുവിളിയും. അന്നത് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്നീ ഗതി വരുമായിരുന്നു. ദൈവമേ, ഈ പൊട്ടൻ ഇതാരോടാ പറയുന്നത് എന്ന് പോലും നോക്കുന്നില്ലല്ലോ. അവൾ മുകളിലേക്ക് നോക്കി മനസ്സിൽ വിഷമം പറഞ്ഞു. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്നവൾക്ക് തോന്നി. പതുക്കെ ഫയൽ ടേബിളിലേക്ക് വെച്ചു പിന്നോട്ട് നടക്കാൻ തുടങ്ങി. മാളവിക പുറത്തേക്ക് പോകരുത്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൾ മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ട പോലെ ഗൗതം പറഞ്ഞു. ഓക്കെ സിദ്ധാർത്ഥ്, ഞാൻ ഈ ഫയൽ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം. അവൻ സിദ്ധുവിന് ഷേക്കാൻഡ് കൊടുത്തു. കിഷോർ താൻ സിദ്ധുവിൻ്റെ കൂടെ ചെല്ല്, നന്ദൻ്റെ ക്യാബിനിൽ വിട്ടാൽ മതി, ബാക്കി അവൻ ഹാൻഡിൽ ചെയ്തോളും. ശരിയാടാ, എന്നാൽ പിന്നെ കാണാം. നീ വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങി കേട്ടോ. എത്ര നാളെ ഒന്നിച്ചൊന്ന് കൂടിയിട്ട്. സിദ്ധു ഗൗതമിനെ കെട്ടിപ്പിടിച്ചു. പോട്ടെ മാളു, നിന്നെ കണ്ട കാര്യം അവളോട് പറയണം, സർപ്രൈസ് ആയിരിക്കും അവൾക്ക്. അവൻ മാളുവിൻ്റെ കവളിൽ തട്ടിയ ശേഷം പുറത്തേക്കിറങ്ങി. മാളുവിനെ നോക്കി രാഖി ചിരിച്ച ശേഷം കിഷോർ പിന്നാലെ പോയി. എങ്ങോട്ടോടും എന്ന അവസ്ഥയിലായിരുന്നു മാളു. കിഷോറും സിദ്ധുവും പുറത്തേക്കിറങ്ങി ഉടൻ തന്നെ ഗൗതം ഡോർ ലോക്ക് ചെയ്തു. ഈശ്വര, എന്തിനാ ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നേ? അവൾക്കുള്ളിൽ പേടി തോന്നി. കണ്ണുകൾ ഇറക്കി അടച്ചു നിന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടൊരു കണ്ണ് പുതുക്കെ തുറന്നു നോക്കി. ഗൗതം കയ്യും കെട്ടി മുമ്പിൽ നിൽക്കുന്നു. കഴിഞ്ഞോ നിന്റെ ഒളിച്ചുകളി? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ ചമ്മയൊരു ചിരി ചിരിച്ചു.
പക്ഷേ എത്ര ചിരിച്ചിട്ടും ആ മുഖത്തെ ഗൗരവം മാറുന്നില്ല എന്ന് കണ്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നറിയാതെ നിന്നു. ഗൗതം വാസുദേവ് എന്നല്ലേ? അവൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. അപ്പോൾ നിനക്കറിയാം. പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് നീ ആ പേരിൽ സേവ് ചെയ്തു വെച്ചത്? ഒന്നുകിൽ എൻ്റെ പേര് സേവ് ചെയ്തോണം, അല്ലെങ്കിൽ സാർ എന്ന് സേവ് ചെയ്യണം. മര്യാദക ഫോൺ എടുത്ത് പേര് മാറ്റടി, അവൻ അലറി. എന്നാൽ എന്നോട് ഐ ലവ് യു പറ, അവൾ പെട്ടെന്ന് പറഞ്ഞു. കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്നറിയാതെ ഗൗതം ഒരു നിമിഷം നിന്നു. എന്താ നീ പറഞ്ഞേ? എന്നോട് ഐ ലവ് യു എന്ന് പറയാൻ. അങ്ങനെയാണെങ്കിൽ പേര് മാറ്റാം, അവൾ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു. ഇതിന് നാണവും മാനവും ഒന്നും ഇല്ലേ ദൈവമേ, അവൻ മനസ്സിൽ ഓർത്തു. പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു. അല്ലെങ്കിൽ നീ മാറ്റില്ല, അവൻ അവളുടെ കയ്യിൽ പിടിച്ചു തിരിച്ചു. ആഹാ, അല്ലാതെ മാറ്റാൻ പറ്റില്ല. ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്തതാ. അവൾ വേദന കൊണ്ട് നിന്ന് നിൽപ്പിൽ ചാടാൻ തുടങ്ങി. ഓ, എൻ്റെ കൈ പോയി. കൈ വലിച്ചെടുത്ത് തിരുമ്മിക്കൊണ്ടവൾ പറഞ്ഞു. ഒളിക്കണ്ണിട്ട് ഗൗതമിനെ നോക്കിയപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഭാവത്തിൽ ആലോചിച്ചു നിൽക്കുന്നത് കണ്ടു. ഇത് തന്നെ പറ്റിയ അവസരം. കുറച്ച് സെൻറ്റി അടിച്ച് നോക്കാം. ഞാൻ വേണമെങ്കിൽ പേര് മാറ്റാം. വെറുമൊരു സത്യമല്ലേ, അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇനി അഥവാ എങ്ങാനും മറം പറ്റി ഞാനെങ്ങാനും തട്ടിപ്പോയാൽ. ബാക്കി പറയാൻ വരുമ്പോഴേക്ക് ഗൗതം പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെടും പോലെ തോന്നി. ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹമെല്ലാം മറന്നേക്ക് പുറത്തു വരും പോലെ തോന്നി. ഒരു നിമിഷത്തേക്കെങ്കിലും ആ മികളിൽ മിന്നിമാഞ്ഞ ഭീതിയിൽ അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ സംസാരിക്കരുത്, മനസ്സിലായല്ലോ? അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. യാന്ത്രികമായി തലയാട്ടിയപ്പോയി ചോദിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നില്ല. അല്പസമയം കഴിഞ്ഞ് ആ കൈയുടെ ചൂട് ചുണ്ടകളിൽ നിന്നും അകന്നപ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങിയത്. അപ്പോഴേക്കും കാറ്റുപോലെ പുറത്തേക്ക് പോയി. കളിയാക്കുമോ എന്നുള്ള പേടിയോ ചമ്മലോ ആകാം. മതി, ഇത്രയും മതി എനിക്ക്. ബാക്കിയൊക്കെ പതുക്കെ ഞാൻ ശരിയാക്കിക്കോളാം, അവൻ പോയ വഴിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. എന്താ ഏട്ടാ ഇത്? ദർശൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം അവൾക്ക് പിടിച്ചു വാങ്ങി. ഇന്നലെ മനുവേട്ടൻ വിളിച്ചപ്പോൾ മുതൽ തുടങ്ങിയതല്ലേ, ഇനിയെങ്കിലും ഒന്ന് നിർത്തേട്ടാ. ദക്ഷിണ അവനെ നേരെ കയർത്തു. തെച്ചു, നീ ഇതിൽ ഇടപെടണ്ട. നീ എത്ര പറഞ്ഞിട്ടും അവനെ കൊണ്ട് ആ കല്യാണം മുടക്കാൻ പറ്റിയില്ലല്ലോ. ഇല്ലല്ലോ, ഇനി എൻ്റെ കാര്യത്തിൽ നീ പറയണ്ട എന്താ വേണ്ടതെന്ന്. ഈ ദർശൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. തോൽക്കില്ല ഞാൻ അവൻ്റെ മുമ്പിൽ. ദർശൻ ദേഷ്യത്തോടെ മുമ്പിൽ ഇരുന്ന് കുപ്പി എറിഞ്ഞു പൊട്ടിച്ചു. മാളുവിനെ നഷ്ടപ്പെടും എന്നതിനേക്കാൾ ഗൗതം ജയിക്കും എന്ന തോന്നൽ അവനെ അസ്വസ്ഥനാക്കി. ആടി ആടി റൂമിന് പുറത്തേക്ക് നടന്നു പോകുന്ന അവനെ ദക്ഷിണ വേദനയോടെ നോക്കി നിന്നു.